BJP പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുകയുണ്ടായി. സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണ നീക്കവുമായി ധവളപത്രത്തെ തുടർന്നു വന്ന BJP തന്നെ അതിനെ സ്വാഗതം ചെയ്തതിന് ശേഷമുണ്ടായ ബഡ്ജറ്റിലും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അപ്പോൾ ധവളപത്രത്തെയും സ്വകാര്യവൽക്കരണ നിലപാടുകളെയും BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന UDFന്റെ നിലപാടുകളും നയങ്ങളും അത് ഞങ്ങളുടെ നിലപാടാണ്, നയങ്ങളാണ് എന്ന് പരസ്യമായിട്ട് പറയുന്ന നീതി ഉണ്ടായി. ഇപ്പോൾ മോദിക്കും അദാനിക്കും വേണ്ടി നാട് ഭരിക്കുന്ന ഭരണാധികാരിയായി വി. സതീശൻ എന്ന മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച് ദേശാഭിമാനി പത്രമാണ് എന്ന ഒരു വ്യാജ പ്രചാരവേല, അതിൽ പാർട്ടി നേതൃത്വവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് എന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. CPIMുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അദാനിയുമായിട്ട് ഈ രീതിയിലുള്ള ഒരു ഡീലും ഞങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഭരണപരമായ നിലപാടുകൾ കൈകാര്യം ചെയ്തു പോവുക എന്നതിന്റെ അപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ദേശാഭിമാനി പത്രത്തിൽ ആണ് ആദ്യം വാർത്ത വന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. ആദ്യം പ്രസിദ്ധീകരിച്ചത് ദേശാഭിമാനി പത്രമല്ല, ജൂൺ 1 എക്കണോമിക്സ് ടൈംസ് ആണ് ഈ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം ജൂൺ 3 മാതൃഭൂമിയുടെ ബാക്ക് പേജിൽ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ അവർ നൽകിയിട്ടുണ്ട്. വാർത്ത വസ്തുത ഇതായിരിക്കുമ്പോഴാണ് പച്ച കള്ളം പറഞ്ഞ് ദേശാഭിമാനിയെയും പാർട്ടി നേതൃത്വത്തെയും ഇതിന്റെ ഭാഗമായി വലിച്ചിഴക്കാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കെതിരായി നടത്തിയ പരാമർശവും മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് യോജിച്ച ഒന്നല്ല. ഒരു മറയുമില്ലാതെ പച്ചക്കള്ളം പറയുകയാണ് അദ്ദേഹം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രവർത്തനാനുഭവമുള്ള ഒരാളാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത് സംബന്ധിച്ച വസ്തുതകൾ പൊതു താൽപര്യത്തിന്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു തെറ്റും ഉള്ളതല്ല. തനിക്കുള്ള അറിവുകൾ സമൂഹത്തെ അറിയിക്കുക എന്ന പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്.